ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം മദ്യപാനം ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുമായിരിക്കുന്നു. മദ്യം ദാമ്പത്യം മാത്രമല്ല, ജീവിതത്തെ ബാധിക്കും. നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകാൻ ഒരു കാരണക്കാരാണ് മദ്യം എന്നത്. മദ്യം അമിതമായാൽ അത് വിഷമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേരിനൊക്കെ കുറച്ചൊക്കെ മദ്യപിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അമിതമാകരുത്. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമുക്കൊരു ജീവിതമുണ്ട്, അത് മനസ്സിലാക്കുക. അല്ലാതെ മദ്യം കഴിച്ചിട്ട് എവിടെയെങ്കിലും കൂട്ടുകാരോട് കൂടുതലും നടക്കുകയല്ല വേണ്ട. നമ്മൾ മദ്യം കഴിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക, മദ്യം കുറച്ച് ഒഴിവാക്കുക. നമ്മളിപ്പം ഒരു ദിവസം അടിക്കുകയാണെങ്കിൽ നിങ്ങളതൊരു കുറച്ച് നിങ്ങളിപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും അടിക്കുകയാണെങ്കിൽ, ആഴ്ച എല്ലാ ദിവസവും അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 2 ദിവസം അടിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ പെട്ടെന്ന് ചെയ്യരുത്, കുറച്ച് ഇത് ചെയ്യുക. പിന്നെ നമ്മൾ മദ്യപിച്ചിട്ട് വന്നിട്ട് ഭാര്യമാരെ പിടിച്ച് തല്ലുക, ഇടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. മദ്യം കൊണ്ട് നമ്മുടെ ജീവിതമാണ് നശിക്കുന്നത്. അത് നിങ്ങൾ സ്വയം തോന്നുക, അല്ലാതെ നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ചീത്ത വിളിച്ചിട്ടോ അല്ല. മദ്യം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടും നിങ്ങൾ തന്നെ പറ. അതങ്ങനെ ഒരു സ്വയം ഞാൻ മദ്യം കൊണ്ട് എന്ത് നേടി, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളും ചിന്തിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് മദ്യത്തിൽ നിന്ന് കുറച്ചൊക്കെ, പിന്നെ നിങ്ങൾക്ക് മദ്യത്തിൽ നിങ്ങൾ കുറച്ച് മോചനം നേടാനാണെങ്കിൽ നിങ്ങൾ കടലയോ അങ്ങനെയെങ്കിലും മദ്യം തുറന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ബൗൾക്കോ കടലയോ എന്തെങ്കിലും ഫുഡോ മേടിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ആ ടെൻഡൻസി. പിന്നെ കൂടുതലും കൂട്ടുകെട്ടിൽ നിന്നൊക്കെ കുറച്ച് മദ്യം കഴിക്കുന്ന കൂട്ടുകെട്ടിൽ നിന്നൊക്കെ കുറച്ച് ഒഴിവായി നിൽക്കുക. ഈ മദ്യപാനം നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും. നമ്മുടെ പിള്ളേരുടെ ഭാവി, അതുപോലെ തന്നെ നിങ്ങളുടെ പിള്ളേരുടെ ഭാവിയെ ബാധിക്കും, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. അപ്പോൾ അമിതമായ മദ്യപാനം നിങ്ങളുടെ ശരീരത്തെ ബാധിക്കും, നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു പോകും, നിങ്ങൾ മരണപ്പെട്ടു പോകാം. ഇതെല്ലാം മദ്യപാനം കൊണ്ട് ഇത് ചെയ്യുന്നു. മദ്യം എന്ത് നേടി, അല്ല മദ്യപാനം കൊണ്ട് നിങ്ങൾ എന്ത് നേടി? മദ്യം എന്ത് നേടി എന്നല്ല, മദ്യപാനം കൊണ്ട് നിങ്ങൾ എന്ത് നേടി, അത് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക. അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ശകലമൊക്കെ പേരിന് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളത് അമിതമായാൽ അമൃതം വിഷമാണ് എന്ന് പറയുന്നത് ശരിയാണ്. മദ്യപാനം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ പോയി മദ്യവയ്ക്കുക. അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ഒരുപാട് ചിലരുണ്ട് ഓവറായിട്ട് മദ്യവയ്ക്കുന്നത്. രാവിലെ ഇത് കൈ ഇങ്ങനെ വിറയ്ക്കുവാണ്. ശകലം ഇത് കഴിച്ചാലേ ഉള്ളൂ അവർക്ക് എനർജി വരുള്ളൂ. പക്ഷെ ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആ എനർജി അങ്ങ് പോകും. അതല്ലേ എല്ലാ കാര്യത്തിൽ ആഘോഷങ്ങളിലും എല്ലാം നിങ്ങൾ കൂടുതലും അമിതമായ മദ്യം അത് കഴിക്കാതിരിക്കുക, അത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ടെൻഡൻസി വരുമ്പോൾ കുറച്ച് നിങ്ങൾ മാറുക, കുറച്ച് നിങ്ങൾ മാറ്റി എടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.